ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏത് കൃഷിക്കും അത്യാവശ്യമായിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ടത് നല്ല മണ്ണ് തന്നെയാണ്, നല്ല പോട്ടിംഗ് മിക്സ് തന്നെയാണല്ലേ. അപ്പം ഞാൻ എൻ്റെ മണ്ണ് അല്പം പോരായ്മ ഉള്ളത് കൊണ്ട് ആ മണ്ണിനെ ഏതൊക്കെ രീതിയിൽ ഫലപുഷ്ടിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൊച്ചു പൊടിക്കൈയിലൂടെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള മണ്ണ് എങ്ങനെ നല്ല ഗുണമേന്മയായിട്ട് എടുക്കും എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാക്ക് കമ്പോസ്റ്റ്, അപ്പോൾ ചാക്ക് കമ്പോസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ചാക്കിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ചാക്ക് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ കുറച്ച് നല്ല തിക്ക് ലെയറിൽ തന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മണ്ണ് തന്നെ നമ്മൾ ഇതിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കുക. കല്ലും കട്ടയൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിയിലയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മരങ്ങളിൽ നിന്നൊക്കെ കൊഴിഞ്ഞിട്ട് പറമ്പ് നിറയെ കരിയിലയായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഇതൊക്കെ തൂത്തുകൂട്ടി തീയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. പറമ്പ് വൃത്തിയാക്കം ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തീയിടാതെ നമ്മൾ ആ കരിയിലേക്കൊന്ന് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ കരിയില ഫില്ല് ചെയ്യാമോ അത്രത്തോളം നമുക്ക് ഇതിൻ്റെ ആ ഒരു പോട്ടിംഗ് സോയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിറച്ചും കരിയില മാക്സിമം നല്ല രീതിയിൽ ഇടുക. അപ്പം ഇതിനകത്ത് ഇടുമ്പോൾ ഞാൻ തേക്കിലയും അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇലയും ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഒഴിവാക്കിയിട്ട് മറ്റെല്ലാ കരിയിലയും ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഗാർഡൻ സോയിൽ, അത് വലിയ കട്ടിക്ക് വേണ്ട, കുറച്ച് മാത്രം ഒന്ന് ഗാർഡൻ സോയിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലിടുന്നത് വെച്ചാൽ കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ചാണകപ്പൊടിയാണുള്ളതെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമാണെങ്കിൽ അതിടാം. ഏതാണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ലെയർ പ്രോസസ്സ് നമുക്ക് ചാക്കിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കൂട്ടാം. കരിയിലയിട്ട് വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി ഇട്ട് വീണ്ടും ഇത് കൂട്ടിയെടുക്കാം. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗത്തും നമ്മൾ താഴെ ചെയ്ത പോലെ നല്ല കട്ടിക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിത് ഫില്ല് ചെയ്യാൻ ചെയ്യേണ്ടുള്ളത്. എന്നിട്ടിത് നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ, ഒരുപാട് വെയിലടിക്കുന്നിടത്ത് കൊണ്ടുവെക്കണ്ട, ഏതെങ്കിലും മരത്തണലിൽ കൊണ്ടുവന്ന് വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടി കൊടുക്കാം. കെട്ടിയൊന്നും കൊടുക്കണമെന്നില്ല, എന്തെങ്കിലും ചെറിയ ഇത് വെച്ചിട്ട് മുകൾ ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കല്ലോ കട്ടയോ വെച്ചിട്ട് ഒരു കവർ വെച്ചിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. മഴയത്ത് നമുക്ക് ഇരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നമ്മളിപ്പോൾ നല്ല ഉണക്ക സമയമായത് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളമയം ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളമയം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറച്ചൊന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ആവണ്ട, ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ഈർപ്പം മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഞാനിത് ചെയ്യുമ്പോഴേ എനിക്ക് തയ്യാറായി കിട്ടാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫൈനായിട്ടുള്ള പോട്ടിംഗ് സോയിൽ ഇതിൽ നിന്ന്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കിയേക്കുന്നത്. നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ലെയറായിട്ട് ചെയ്തിട്ട് കുറച്ച് മണ്ണ് ആഡ് ചെയ്തിട്ടാണ് കമ്പോസ്റ്റ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചേറെ മണ്ണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ ഇത് തയ്യാറായി കിട്ടുമ്പോൾ ആ ഒരു മീഡിയയിൽ വേറെ പോട്ടിംഗ് സോയിലൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഡയറക്റ്റ് ഇതെടുത്ത് പോട്ടിലേക്ക് വെച്ചിട്ടാണ് പ്ലാന്റ് നടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചേറെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചേറെ മണ്ണ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്നും കൂടിയൊക്കെ നമുക്ക് നോക്കാമേ. അപ്പോൾ നമ്മൾ പലരും കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ഗ്രോ ബാഗിൽ, ക്യാനിൽ, ചെടിച്ചട്ടിയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെയാണ് കൃഷി ചെയ്യാറുള്ളത്. ടെറസിലും അതുപോലെ തന്നെ നമ്മൾ പറമ്പിലും ഒക്കെ ആ രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണും അതുപോലെ തന്നെ പല വളങ്ങൾ, കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് സോയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ആ തയ്യാറാക്കുന്നതിനകത്ത് നമ്മൾ ഏത് പ്ലാന്റ് വെച്ചിരുന്നാലും നമുക്ക് നല്ല ഈൽഡ് അതിൽ നിന്ന് കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും നമ്മൾ ആ സെയിം പോട്ടിംഗ് സോയിലിൽ തന്നെ വീണ്ടും കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയ ആ വിളവ് പിന്നെ നമുക്ക് കിട്ടണമെന്നില്ലെന്നല്ല, കിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2-3 തവണയൊക്കെ അതിൽ നിന്ന് കൃഷി ചെയ്യുമ്പോൾ ആ ഒരു വിളവ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ മണ്ണിൻ്റെ വളക്കൂറ് സ്വാഭാവികമായിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി എന്തൊക്കെ വളം ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും ആ മണ്ണിൻ്റെ ഗുണമേന്മയെന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പൊതുവായിട്ട് ചെയ്യാറുള്ളത്
നമ്മൾ ഈ മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. ഫുള്ളി ഈ പോട്ടിംഗ് സോയിൽ മാറ്റിയിട്ട് പുതിയ മണ്ണും വളങ്ങളും എല്ലാം മിക്സ് ചെയ്ത് പുതിയൊരു ചെടി നടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ പലരും ഇപ്പോൾ ഞാനാണെങ്കിൽ പലപ്പോഴും മണ്ണ് മേടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്നെപ്പോലെ വീട്ടിൽ നല്ല മണ്ണ് കിട്ടാതെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന പല വീട്ടമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ഈ മേടിച്ച മണ്ണ് കളയാനൊരു വിഷമമായിരിക്കും. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം ഉപേക്ഷിക്കാനൊരു വിഷമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈ ലെയർ ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലെയർ ചെയ്യുമ്പോൾ നല്ല മണ്ണും കുറച്ച് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഈ കൃഷി ചെയ്ത മണ്ണും കൂടി ഇതിനകത്ത് കുറച്ച് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ മണ്ണ് വീണ്ടും നമുക്ക് ഗുണമേന്മയാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ അതല്ല എങ്കിൽ നമ്മൾ ഈ ചാക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന കിട്ടുന്ന ആ റിസൾട്ട് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ഈ ആദ്യം ഫസ്റ്റ് കൃഷി ചെയ്ത ആ മണ്ണും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 3 ബൗള് നമ്മുടെ ചാക്ക് കമ്പോസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ബൗള് നമ്മുടെ ഈ പഴയ കൃഷി ചെയ്ത മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.